നാട്ടിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം ശരിക്കും ഒരു മാസം 1.5 മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ നാട്ടിലെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിങ്ങനെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും UAE വ്ളോഗ്സ് ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക്. ഇയാളവിടെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ, അത് പറയാൻ വേണ്ടി. ഡയലോഗൊക്കെ എന്നെ പഠിപ്പിച്ചിട്ട് ആളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ചെറിയൊരു മാറ്റം ഉണ്ടല്ലേ. നമ്മൾ റൂം മാറി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു വില്ലയിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ആയിട്ട് മൻസൂറ എന്ന് പറഞ്ഞ ഷാർജയിൽ ഇന്ന് നമ്മള് പായലൊക്കെ ഉറങ്ങിയത്. ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഷിഫ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം അല്ല, ഓൾമോസ്റ്റ് ഉച്ച കഴിയുമ്പോൾ തൊട്ട് എല്ലാം പാക്ക് ചെയ്ത് ഷിഫ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് പോയിട്ടൊന്ന് കണ്ടിട്ട് വാഹേ. അങ്ങനെ നമ്മുടെ റൂം മൊത്തം സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് വാരിയിട്ട് അലങ്കോലാക്കി ഇട്ടേക്കാം കേട്ടോ. ഞാൻ ശരിക്കും 2-3 ദിവസം മുന്നേ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി ഇരുന്നിട്ട് സമയമാകുമ്പോൾ എടുത്തിട്ട് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കൂലല്ലോ. ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ബാഗിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മെയിൻ പാക്കിങ് സ്റ്റാർട്ട് ചെയ്ത അന്നത്തെ ദിവസം തന്നെ കേട്ടോ. അന്നത്തെ ദിവസം രാവിലെ എണീറ്റിട്ടാണ് ശരിക്കും നമ്മൾ ബാക്കിയുള്ള വലിയ സാധനങ്ങളൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൂവേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അലമാര, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനത്തെ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വന്നു കഴിഞ്ഞിട്ട് അവർ പിന്നെ ഷർട്ട പടയുന്നായിരുന്നു കേട്ടോ. എല്ലാം പെട്ടെന്ന് എടുത്തിട്ട് അഴിച്ച് പണിത് വേഗമല്ല എടുത്തിട്ട് പോയത്. ആ വീട് മൊത്തം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻ ആക്കി എന്നല്ല, സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം അവർ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ സാധനങ്ങൾ മാത്രമേ അവരുടെ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ ലാപ്ടോപ്പ് കാര്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ അവരുടെ കൊടുത്തില്ല കേട്ടോ. കാരണം അവരെടുത്ത് വെക്കണം കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടി വരും. ഒന്നും സംഭവിക്കില്ല, അവർ മര്യാദയ്ക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ പേടി വരും കേട്ടോ. അയ്യോ താഴെ ഇടുവോ, പൊട്ടിക്കുമോ എന്നൊക്കെ തോന്നും. പക്ഷെ അവർ കൂളായിട്ടാട്ടോ അതൊക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റുന്നത്. അങ്ങനെ ഫുള്ള് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ എവിടെയോ ഒരു സങ്കടം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും നാൾ താമസിച്ച റൂമല്ലേ. അങ്ങനെ ഞങ്ങൾ പുതിയ വില്ലയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കിയൊക്കെ ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ ഇവർ വന്ന പാടേനെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം നിറയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിലൊക്കെ കുറേ സാധനങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അലമാരയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് കുറച്ച് നേരം കൊണ്ട് തന്നെ അവരതൊക്കെ റെഡിയാക്കി സെറ്റാക്കിയൊക്കെ തന്നിട്ടുണ്ടായേ. എനിക്ക് തോന്നുന്നു ഒരു 2 hours, മാക്സിമം ഒരു 2 hours കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായേ. TV നമ്മുടെ കാറിലായിരുന്നു കേട്ടോ. അപ്പോൾ അഫിത അതൊക്കെ എടുത്തുകൊണ്ട് വെക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഇങ്ങനെ 1-2 പ്രാവശ്യം വില്ലയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുറേ സാധനങ്ങൾ അവിടെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായത്. ഞങ്ങളിങ്ങനെ പോയി ഓരോന്ന് എടുത്തിട്ട് വരാണേ. അപ്പോൾ ഇവാണെങ്കിൽ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. സാധാരണ അവൾ അലമ്പുണ്ടാക്കലാണ് പതിവ്. പക്ഷെ ഇന്ന് ആൾ ഭയങ്കര പക്വതയോടുകൂടി എല്ലാം എടുക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും കുറേ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളൊരു 3 പ്രാവശ്യം എങ്ങാണ്ട് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കുറേ അവിടെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായേ. അരി, അതുപോലെ തന്നെ സബോള, ഉള്ളിയൊക്കെ ഇടുന്ന കൊട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായില്ല. അതൊക്കെ ഞങ്ങളിങ്ങനെ പോയി എടുത്തിട്ട് വരായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ എണീറ്റപ്പോൾ തൊട്ട് തുടങ്ങിയ പണിയാട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുള്ളൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. ഞങ്ങൾ ഇറങ്ങിയ പാടാൻ ഇവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ ഭിത്തിയൊക്കെ പൊളിച്ച് പെയിൻ്റൊക്കെ അടിക്കാനുള്ള പരിപാടികളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ഇവിടെ വേറെ ആൾ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സമയം കളയാണ്ടതാ എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വില്ലയിൽ നിന്ന് ഞങ്ങൾ യാത്ര പറയാം കേട്ടോ. അങ്ങനെ ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് രാത്രി ആയി. പിന്നെ നമ്മൾ ആകെ വയ്യാണ്ടായിട്ടാണ്. കാരണം ഇന്നലെ ഫുൾ ഡേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷിഫ്റ്റിങ്ങിനൊക്കെ നിൽക്കുന്നത്. ഞാൻ മുന്നേ ഇവിടെ വരുമ്പോഴും ഞാൻ വരുന്നതിന് മുന്നേ ഈ റൂമൊക്കെ സെറ്റാക്കി സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് എല്ലാം പാക്ക് ചെയ്യൽ, എന്താ പറയുക, കുറേ പണിയായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് സാധനങ്ങളെല്ലാം കൊണ്ട് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് ഇനി ഇതൊക്കെ തിരിച്ച് അലമാരയിലൊക്കെ കയറ്റണം. അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂം സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നലെ വന്നിട്ടുണ്ടല്ലോ. അത് ആക്ച്വലി ഇന്നലെ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ അത് നമുക്ക് ഡെലിവറി ആയപ്പോൾ ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗ്
സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതും പോയി കണ്ടിട്ട് പോയോ. ഞങ്ങൾ ഫേർണിച്ചേഴ്സൊക്കെ വാങ്ങിയിട്ടുള്ളത് സഫാരി മാളിൽ നിന്നാണ്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു AC വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കുക്കിംഗ് റേഞ്ച് എല്ലാം ഇവിടെ നിന്ന് തന്നെ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മിക്ക സാധനങ്ങളും ഇവിടെ നിന്ന് കേട്ടോ വാങ്ങാറുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഇരുന്ന് ആപ്പിൾ കഴിക്കുകയാണ്. ഇത് ശരിക്കും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ കിച്ചണിലൊന്നും കയറിയിട്ടില്ല, കാരണം എല്ലാ സാധനങ്ങളും പെട്ടിക്കകത്താണ്. അതുകൊണ്ട് തന്നെ കിച്ചണിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവർ രാവിലെ തന്നെ വന്നതുകൊണ്ട് തന്നെ എനിക്കൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇവാൾക്ക് ജസ്റ്റ് ഒരു ആപ്പിളൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കാണ്. ഇവ അതിൻ്റെ ഇടയ്ക്ക് ഇതായി തെർമോക്കോളൊക്കെ പൊളിച്ചെടുത്ത് നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടും അവൾ അത് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇത് കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇവരിത് ഫിറ്റ് ചെയ്യാനായിട്ടൊക്കെ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 3 hours അവർ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് സെറ്റ് ചെയ്തൊക്കെ വന്നപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു വാർഡ്രോബും കൂടെ വാങ്ങണം എന്നുള്ളത്. കാരണം എൻ്റെയും ഇവാടെയും അഫിയുടെയും ഡ്രസ്സുകളെല്ലാം കൂടി നമ്മൾ ഒരു വാർഡ്രോബിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. പക്ഷേ അതിൽ തീരെ സ്ഥലമില്ല കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഞങ്ങളുടെ സാധനങ്ങൾ എല്ലാം കൂടി മിക്സ് ആയിട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാട്ടോ വാങ്ങാനത്. അങ്ങനെ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ വാർഡ്രോബൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്കൊരു സോഫയും ഒരു സ്റ്റഡി ടേബിളൊക്കെ വാങ്ങണം എന്നുണ്ട്. സ്ഥലമുണ്ടോയെന്ന് ഇതൊക്കെ ഇനി ഒന്ന് സെറ്റ് ചെയ്തിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ വാങ്ങും കേട്ടോ. അപ്പോൾ ഇവ നോക്കിയാൽ ഇവിടെ ഫുള്ള് സാധനങ്ങളാക്കി ഇട്ടിട്ട് ഈ ഒരു തെർമോക്കോൾ പീസ് പൊളിച്ചിട്ട് അവൾ അവിടെ ഫുള്ളാക്കി എനിക്ക് ഭയങ്കര പണിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി എങ്ങനെ റെഡിയാക്കും എന്നുള്ള കാര്യം എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനത്തെ ഇതായിട്ട് നമ്മുടെ ബെഡ്റൂം സെറ്റ്. ഒരു 3 ഡോറിൻ്റെ ഒരു കബോർഡ് ഉണ്ട്, ഒരു ബെഡ് ഉണ്ട്, ഒരു കിങ് സൈസ് ബെഡ്, ഒരു സൈഡ് ടേബിൾ ഉണ്ട്, പിന്നെ ഇതാ ഒരു എന്താ പറയുക ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. പിന്നെ നമ്മളൊരു ഷൂ റാക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഓർഡർ, നമുക്ക് ഇതൊക്കെ ഇനി മാറ്റണം. കാരണം സാധനങ്ങൾ മൊത്തം ഇനി അടുക്കി പറക്കാനുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, മൊത്തം സാധനങ്ങളാണ്. ഇതാ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കും, ഫുള്ള് നമ്മൾ അലങ്കോലാക്കി ഇട്ടേക്കാണ്. അപ്പോൾ ഇനി ഇതൊക്കെ റെഡി ആക്കണം. നല്ല പണിയാട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1 week പണിയെടുത്താലും തീരാതെ അത്ര നല്ല കട്ട പണിയുണ്ട്. അപ്പോൾ നമുക്കുള്ള നേരം വെച്ചിട്ട് ഇനി അടുക്കി പറക്കലൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കുക്ക് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ ജസ്റ്റ് എന്തൊക്കെയോ ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങി, അത് ഞാൻ ഇവായും കഴിച്ചു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ നാളെ നമ്മളെല്ലാം സെറ്റ് ആക്കണം. ഈ ഒരു വില്ല കുറച്ചുകൂടി സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മൾ മുന്നേ താമസിച്ചിരുന്നത് നമുക്കൊരു റൂമായിരുന്നു, സ്റ്റുഡിയോ റൂമായിരുന്നു. ജസ്റ്റ് ഒരു റൂം ഉണ്ടായി, പിന്നെ നമുക്ക് കിച്ചണും ബാത്റൂമും സെപ്പറേറ്റ് അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ ഇവിടെ അതേപോലെയൊക്കെ തന്നെ. പക്ഷെ ജസ്റ്റ് ഈ ഒരു ഹോളെന്ന് പറയാൻ പറ്റില്ല. നോക്കിയാൽ ചെറിയൊരു കയറി വരുമ്പോൾ ഒരു ചെറിയൊരു ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി സൗകര്യമാണ്. ആക്ച്വലി ഞങ്ങൾ ഈ ഫ്രിഡ്ജ് ആദ്യം റൂമിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ റൂമിൽ ഫ്രിഡ്ജ് കിടന്നോട്ടെ എന്ന് തന്നു. പക്ഷെ പിന്നെ എനിക്ക് നോക്കിയപ്പോൾ തോന്നി ഈ റൂമിൽ ഫ്രിഡ്ജ് ഇട്ട് കഴിഞ്ഞാൽ റെഡി ആവില്ല. ഒന്നാമത് നമ്മൾ ആ സ്പേസ് പോകുമ്പോൾ അവിടെ ഒരു ഭംഗിയില്ലാണ്ടാവും. പിന്നെ ഇവ ഫുൾ ടൈം ഫ്രിഡ്ജിൽ തന്നെയാണ് അല്ലെങ്കിലും. പിന്നെ ഇവിടെ റൂമിലും കൂടെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജ് അങ്ങടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ ഒരു ഡൈനിങ് ഏരിയ പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വിചാരിച്ച അവിടെ നമുക്ക് യൂട്യൂബിൻ്റെ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് നടക്കൂല. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ നമ്മൾ എല്ലാം മാറി സെറ്റായിട്ടുണ്ട്. സെറ്റായില്ല എന്നാലും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോഴേ അത് കാണാനായിട്ടൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വില്ല. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വില്ല ചൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ മുന്നേ താമസിച്ചിരുന്നത് അപ്സ്റ്റേഴ്സിലായിരുന്നു കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ബാൽക്കണി മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് മുറ്റുണ്ട്. ഇവിടെ നമ്മൾ താഴെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റുണ്ട്. അത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇവർക്ക് കളിക്കാനാണെങ്കിലും ചെടി നടാനാണെങ്കിലും, മീൻസ് ഞാൻ ചെടി അങ്ങനെ വലിയ ആളൊന്നും അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ചെടിയൊക്കെ നടണമെന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് മുറ്റമൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ചെടിയൊക്കെ നട്ട് സെറ്റാക്കാമെന്നാട്ടോ വിചാരിക്കണത്. അപ്പം എന്താ പറയുക, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞാൻ നോക്കട്ടെ, പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം. ഓക്കെ, ആവശ്യത്തിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഇവിടെ ഇങ്ങനെ ചെടി വെക്കാനായിട്ടും ഒക്കെ ഉള്ള സ്ഥലമൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഫുള്ളി പലമ്പായിട്ട് കിടക്കുകയാണ്. കാരണം
കുറേയൊക്കെ ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നിട്ട് ഫർണിച്ചറൊക്കെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബോക്സുകളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പുല്ലൊക്കെ പിടിച്ചങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുത്തൊന്ന് സെറ്റ് ആക്കണം. അപ്പോൾ ഇവാക്ക് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം ഇവാക്ക് കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ എന്നെയും കൊണ്ട് റോഡിൽ പോകണം. ജസ്റ്റ് സൈക്കിൾ ഓട്ടണമെങ്കിലും എന്നെയും കൊണ്ട് റോഡിൽ പോകണം കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെ ഇല്ല. ഉള്ളിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ജസ്റ്റ് സൈക്കിൾ ഓട്ടാനായിട്ടൊന്നും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ആകെയുള്ള ചെടികളൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആകെ ഇത്രയും ചെടികൾ, ബാക്കി എല്ലാം കഴിഞ്ഞു പോയിട്ടോ. എൻ്റെ മണി പ്ലാന്റ് ഞാൻ നാട്ടിൽ പോകാൻ നേരം ഇതിൽ നിറച്ച് ഇലകൾ ഉണ്ടായതാണ്. തിരിച്ചു വന്നപ്പം ആകെ കരിഞ്ഞുണങ്ങി നിൽക്കായിരുന്നു. ഞാൻ പിന്നെ അതിനെ പിന്നെയും ഒന്ന് സ്നേഹിച്ച് വളർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. എന്നാലും ഇവിടെ ഒരു മുരിങ്ങ നിൽപ്പുണ്ട്, ഒരു ആര്യവേപ്പിൻ്റെ ഒരു ചെടിയല്ലല്ലോ, മരം നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നോക്കിയേ, ഇവിടെയൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ നടാട്ടോ. ഇതൊക്കെ എൻ്റെ ചെടിച്ചട്ടികളാണ്. എല്ലാം കുറേ കരിഞ്ഞു പോയ ചെടികളാട്ടോ. അപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നതും കരിഞ്ഞുണങ്ങിയൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ഫുള്ള് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെടിയൊക്കെ വെച്ച് അടിപൊളിയാക്കാം കേട്ടോ. പിന്നെ നോക്കിയാൽ ഇവിടെ ഫുൾ സാധനങ്ങളാട്ടോ. ഇത് ഇവിടുത്തെ മുന്നേ ഉണ്ടായിരുന്ന AC ആട്ടോ. ഇവർ വിൻഡോ AC ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് AC ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ AC ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഡോറ്, ഇവിടുത്തെ മുന്നത്തെ ഡോറ് ഇതായിരുന്നേ. ഇപ്പോൾ നമുക്ക് പുതിയ ഡോറൊക്കെ വെച്ച് തന്നിട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ തന്നെ ഇവിടെ പകുതി ക്ലീൻ ആവും കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉള്ളു. പിന്നെ ഞങ്ങളുടെ മുന്നത്തെ കട്ടിലിൻ്റെ സാധനമൊക്കെ അപ്പം ഉരുക്കൊണ്ട് വന്നേട്ടാ. നമുക്കിതിവിടെ ഇങ്ങനെ ഫെൻസ് പോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നേക്കാണ്. അത് മുല്ലപ്പൂ അല്ല വെച്ച്, അത് മുരിങ്ങയുടെ പൂവാ. അത് പറിക്കല്ലേ വാ, മുരിങ്ങയൊക്കെ ഉണ്ടാവും. പറിക്കല്ലേ, ഇനി പറിക്കല്ലേ. ഇവക്ക് ഇഷ്ടായാവില്ല? ഇവിടെ പിന്നെ അടുത്തൊരു പാർക്കും കൂടെ ഉണ്ട് കേട്ടോ, മൻസൂറ പാർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവാക്ക് പിന്നെ ഹാപ്പിയാണ് അല്ലേ ഇവ? അത് ഓടിക്കല്ലേ ഇവാക്ക് കളിക്കാനായിട്ട്. നമ്മുടെ അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന ഏരിയയിൽ നമുക്ക് പാർക്ക് തൊട്ടടുത്തൊന്നും ഉണ്ടായില്ല. പാർക്ക് ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ നടന്നു പോകുന്ന ഡിസ്റ്റൻസിലൊന്നും പാർക്ക് ഉണ്ടായില്ല കേട്ടോ. പക്ഷെ ഇവിടെ നമ്മുടെ വില്ലയുടെ തൊട്ട് ബാക്കിൽ തന്നെ പാർക്കാണ്. അപ്പോൾ അതും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് പുള്ളിക്കാരിക്ക്. ഇങ്ങനെ ഫുള്ള് ഹാപ്പി ആയിട്ട് നിൽക്കുക കേട്ടോ. അവിടെ നമ്മുടെ മുന്നത്തെ വില്ലയിലാണെങ്കിൽ ഇവളുടെ ഫ്രണ്ട്സൊക്കെ ലാസ്റ്റ് എത്തിയപ്പോൾ എല്ലാവരും പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ കളിക്കാൻ ആരും ഉണ്ടായില്ല. അങ്ങനെ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഇവ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം റൂം ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് വിചാരിച്ച് നമുക്ക് ഫ്ലാറ്റിലോട്ട് മാറാൻ കേട്ടോ. കാരണം എനിക്കിങ്ങനെ കുറച്ച് സൗകര്യമുള്ള കിച്ചണൊക്കെ വേണം, നല്ലൊരു വാഷ്റൂം വേണം എന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫുള്ള് റൂമിൻ്റെയും ആ ഒരു ഹാളിൻ്റെയൊക്കെ ആംബിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് തന്നെയാണ് അടിപൊളി. അത് നമുക്ക് ഏത് രീതിയിൽ വെള്ളം സെറ്റ് ചെയ്ത് അങ്ങനെ അടിപൊളിയാക്കാൻ പറ്റുമല്ലോ. പക്ഷേ നമ്മൾ കാര്യത്തോടടുക്കുമ്പം ശരിക്കും വില്ല വിട്ടു പോകാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ആ ഒരു വില്ലയിൽ ഇപ്പം നിന്നിട്ട് നമുക്ക് എന്താ പറയുക അത്ര ഒരു ഫ്രീഡം എനിക്ക് തോന്നുന്നില്ല ഫ്ലാറ്റിൽ കിട്ടുമെന്ന്. ചിലപ്പോൾ ഫ്ലാറ്റിൽ നിൽക്കുന്നവർക്ക് വില്ല പറ്റില്ലായിരിക്കും. പക്ഷെ ഞങ്ങളിപ്പോൾ വില്ലയിൽ നിന്നിട്ട്, ഞാൻ ആദ്യം ഫ്ലാറ്റിൽ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് കമ്പയർ ചെയ്യുമ്പം എനിക്ക് വില്ല തന്നെയാണ് കുറച്ചുകൂടി ഒരു ഇഷ്ടമായിട്ട് തോന്നുന്നത്. പിന്നെ നമുക്കിവിടെ പാർക്കിംഗ് ഒക്കെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്, ഫ്രീ ആണ്. നമ്മുടെ വീട്ടിലെ പോലെ നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടുന്നത്. മുറ്റം, ചെടികൾ, അങ്ങനത്തെ ആ ഒരു ഫീൽ. ഇപ്പോൾ ഇവാക്ക് വേണമെങ്കിൽ വല്ല കിളിയൊക്കെ വളർത്തണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് എന്തായാലും ഈ ഒരു വില്ല കിട്ടി. അപ്പോൾ ഇത് ഇവാടെ ഫ്രണ്ടിൻ്റെ വില്ലയായിരുന്നു കേട്ടോ. ഇവാടെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു, ഇവാടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കേട്ടോ. അപ്പോൾ അവർ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആവാൻ ഞാൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വന്ന് നോക്കിയതാണ്. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് കുറേ പണികളുണ്ട്. ഇതൊക്കെ ഒരുവിധം ഒന്ന് സെറ്റാക്കിയൊക്കെ വെക്കണം. കാരണം സമയമില്ല കേട്ടോ. ഉള്ള സമയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിയായിട്ട് നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.